ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഞങ്ങൾ അഞ്ചേച്ചി അഖിലേട്ടൻ്റെ ഞങ്ങളുടെ വളരെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ വീട്ടിലാണ് കേട്ടോ താമസിച്ചത് ഇന്നലെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ തിരിച്ചതേ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് അഞ്ചേച്ചി. പുട്ടും കടലയാണ് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഹൈഡ്രേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ് അല്ലേ, അതുകൊണ്ട് ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ ഒരു ചായയൊക്കെ എടുത്തിട്ട് പുട്ടും കടലയും കഴിച്ച് നമ്മളുടെ ദിവസം തുടങ്ങാം. റിങ്കുവിന്റെ അവിടെ മറ്റേ സാധനം ചേർത്താ അവനെ അവളൊരു 12 ചേർട്ടുണ്ടായിരുന്നു കൂടെ പറഞ്ഞേ അപ്പൊ 2 കുട്ടി ഉണ്ടാകുമ്പോ. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചേച്ചി അഖിലേട്ടനും ഇന്ന് നാട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്കാണെങ്കിൽ വൈഷുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ശരത്തേട്ടനെ കാണാൻ പോകണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങണം. ഞങ്ങൾ എപ്പോൾ വരും എന്നൊക്കെ ശരത്തേട്ടനെ അങ്ങനെ വിളിച്ച് ചോദിക്കുകയായിരുന്നു കേട്ടോ. അപ്പം എപ്പോൾ ഇറങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഞാനിവിടെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, ഓൾ സെറ്റ് ഗോ. എനിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹം വൈഷുവിനൊന്ന് എറണാകുളം ചുറ്റി കാണിക്കണം എന്ന് വെച്ചാൽ കൊച്ചി, ഫോർട്ട് കൊച്ചിയൊക്കെ കൊണ്ടുപോകണമെന്ന്. അപ്പം നമ്മൾ അതൊക്കെ പ്ലാനിലുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം എന്താണെന്ന് പോസിബിൾ ആവുക എന്നുള്ളത്. എനിക്ക് ഫ്രഞ്ച് വിൻഡോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ ഇത് ആഡ് ചെയ്യാൻ കാരണം ചേച്ചി? അയക്കല ആഹാ, ഒളിഞ്ഞോട്ട സർവീസ് ആണോ? ഈ വീട്ടിൽ മുഴുവനും ഓരോ പെയിന്റിങ്സ് കാണാട്ടോ. ഇതൊക്കെ അഞ്ചേച്ചി വരയ്ക്കുന്നതാണ്. ഒരു കിഡിലൻ ആർട്ടിസ്റ്റാണ് പുള്ളിക്കാരി. ശരി, അപ്പൊ അടുത്ത പ്രാവശ്യം കേക്ക്, ബർത്ത്ഡേ കേക്ക് നന്നുണ്ട്. അല്ലല്ല, കണ്ടിട്ട് അവിടെ പോകും. അറിയില്ല എന്താ പരിപാടി, നോക്കട്ടെ. നമ്മള് ഇറങ്ങുകയാണ്, ഇവരും ഇറങ്ങുകയാണ് നാട്ടിലേക്ക് പോവാൻ. സോ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. ബൈ, സൂക്ഷിച്ചു പോട്ടോ. ഇവിടുന്ന് ഒരു ½ an hour ഉണ്ട് കേട്ടോ ശരത്തേട്ടൻ്റെ വീട്ടിലേക്ക്. നമ്മൾ ഇന്നലെ ഒരു ഹൗസ് വാമിങ്ങിന് പോയില്ലേ, അതിനൊരു 5-10 മിനിറ്റ് ദൂരെയായിരുന്നു പുള്ളിയുടെ വീട്. നമുക്കത് അറിയില്ലായിരുന്നു. ഇല്ലെങ്കിൽ അവിടേക്ക് പോയിട്ട് പുള്ളീനെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. മൈ ഗാഡ്, ഹു ആർ യു? മനസ്സിലാവുന്നില്ല. കിഡ്ലം ശരത്തേട്ട്, വെരി നൈസ്. നക്ഷത്രം തന്നെയാണോ കിടക്കണേ? ശരത്തേട്ടനൊരു കിഡ്ലൻ ട്രാൻസ്ഫോർമേഷനിലായിരുന്നു കേട്ടോ. ഒരു 20-25 കിലോസ് കുറച്ചിട്ടുണ്ട് പുള്ളി. എവിടെ ട്രിപ്പ് പോണു സനം? സന്തോഷ്, നിങ്ങൾ എവിടെ നടക്കുന്നുണ്ട്? ഒന്ന് കാണിക്കാൻ. എവിടെ നടക്കുന്നുണ്ട് നിങ്ങള്? നേരത്തെ കണ്ടത് ഞങ്ങൾ വളരെ ക്ലോസ് ഫ്രണ്ടാണ് കേട്ടോ. പുള്ളി എവിടെയോ ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞിട്ട് പുള്ളീനെ വിളിച്ച് വെറുപ്പിക്കുമായിരുന്നു. അട്ടഹാസത്തിന് കൂടുണ്ട്, ഇത്തിരി ബുദ്ധിമുട്ടായി. ഇന്നലെ വീഡിയോ കണ്ടവർക്ക് അറിയാം, നമ്മൾ റൈഫിൾ ക്ലബ്ബ് കാണുമ്പോഴാണ് വൈഷ് പോത്ത് പോലെ കിടന്ന് ഉറങ്ങിയത്. അതുകൊണ്ട് ഒന്നുകൂടി കാണണമെന്ന് പറഞ്ഞിട്ട് ആദ്യം തൊട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു മൂവി. അതുകൊണ്ട് ഒന്നുകൂടി കാണാൻ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നണില്ല. അതുകൊണ്ട് ഞങ്ങൾ 3 ആളും കൂടി ഇരുന്ന് റൈഫിൾ ക്ലബ്ബ് കാണുമായിരുന്നു പരിപാടി. ഞങ്ങൾ ഇങ്ങനെ ഇവിടെ നിന്ന് ചെല്ലുകയാണ് കേട്ടോ. ശരത്തേട്ടൻ വണ്ടി എടുക്കാൻ പോയി. അപ്പോൾ ഞാനും വൈഷു കൂടി ഇരുന്ന് ഇങ്ങനെ ചില്ല് ചെയ്യാണ്, മൂവിയൊക്കെ കണ്ട് ഒരു ഗ്രീക്ക് യോഗേർട്ട് ഒക്കെ കഴിച്ച്
ഇത് കഴിച്ച് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ലഞ്ച് കഴിക്കാൻ പോകണം. ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ നേരെ ഫോർട്ട് കൊച്ചി പോകാനുണ്ട്. ഇന്ന് ഫോർട്ട് കൊച്ചിയാണ് കറക്കം. ബിക്കോസ് ഒരു കൊച്ചിക്കാരിനെ കെട്ടിയിട്ട് വൈഷു ഇതുവരെ ഫോർട്ട് കൊച്ചി കണ്ടിട്ടില്ല പറഞ്ഞാൽ ഞാൻ എൻ്റെ നാണക്കേട് എനിക്കാണ്. അതുകൊണ്ട് നമ്മൾ വൈഷുവിനെ ഇന്ന് ഫോർട്ട് കൊച്ചി കറക്കാൻ കൊണ്ടുപോവാണ്. സോ പുള്ളി വന്നിട്ട് നമുക്ക് ലഞ്ചിന് പോവാം. അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഗോ ഫോർട്ട് കൊച്ചി. അല്ല, ആദ്യം ലഞ്ച്, അത് കഴിഞ്ഞിട്ട് ഫോർട്ട് കൊച്ചി. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു എന്തോരം പുതിയ റെസ്റ്റോറൻറ്റ്സ് ആണ് എറണാകുളത്ത് തുറന്നിട്ടുള്ളത് അല്ലേ. അൽസാജ് ആണ് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ. നമുക്ക് ലഞ്ച്, ഇതിപ്പോൾ ലഞ്ച് അല്ലല്ലോ, ഇതിപ്പോൾ എന്താ പറയുക, ലഞ്ചും ഡിന്നറും കൂടിയോ? 4 മണിയായി സമയം. ഡിന്നർ കഴിച്ചിട്ട് പ്രേമം സിനിമയിലുള്ള പാലം. ഓ ശരി. അല്ല, ഈ പാലം തന്നെയാണല്ലോ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അൽസാജ് റെസ്റ്റോറന്റിൽ എത്തിയിട്ടുണ്ടോ? എന്താ തിരക്കല്ലേ എപ്പോഴും ഇവിടെ. ഉച്ച കഴിഞ്ഞ് 4 മണി കഴിഞ്ഞു സമയം, എന്നിട്ടും തിരക്കാണ്. ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുള്ള സ്ഥലമായിരുന്നു. വൈഷുവിന് ഇവിടെ വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ വെരി ഫേമസ് അൽസാജ്. സമയത്ത് എന്താ തിരക്ക്, നല്ല വിശപ്പുണ്ട്. നമ്മളൊരു സീ ഫുഡ് പ്ലാറ്റർ ലാർജ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ റെസ്റ്റോറൻറ്റിന്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ ഈ ഒരു ലേക്കാണ് കേട്ടോ. ഈ ലേക്ക് വ്യൂവും കണ്ടിട്ട് ഭക്ഷണം കഴിക്കാന്നുള്ളതാണ്. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ടേബിൾ വേണമെന്ന് ഓൾറെഡി പറഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ അത് ഫ്രീ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങോട്ട് ചാടി. പിന്നെ നേരത്തെ വൈഷു പറഞ്ഞ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സീ ഫുഡ് പ്ലാറ്റർ കുറച്ച് ചെറുതാക്കിയിട്ട് ബാക്കി കുറച്ച് റിബ്സും കാര്യങ്ങളൊക്കെ പറയണം എന്നുള്ളത്. അപ്പം അതാണ് നമ്മൾ ചെയ്തത്. ഞങ്ങൾ പറഞ്ഞ ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് ടേബിളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ സീ ഫുഡ് പ്ലാറ്റർ ഉണ്ട്, പിന്നെ കുറച്ച് പൊറോട്ട പറഞ്ഞിട്ടുണ്ട്, ഗീ റൈസ് പറഞ്ഞിട്ടുണ്ട്, മട്ടൺ റിബ്സ് ആണ് പറഞ്ഞത്. അങ്ങനെ നമ്മളെല്ലാം കൂട്ടിയിട്ട് കഴിച്ചു തുടങ്ങിയിട്ടോ. എനിക്ക് തോന്നുന്നില്ല മലയാളികൾക്ക് ഈ പൊറോട്ടയും ബീഫിനെക്കാട്ടും വലിയൊരു വികാരം ഉണ്ടാവുമെന്ന്. ചിലപ്പോൾ ബിരിയാണി ഉണ്ടാവൂലേ. വെരി ഡിബേറ്റബിൾ ടോപ്പിക്. നിങ്ങൾക്ക് ഏതാണ് കുറച്ചുകൂടി ഇഷ്ടം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. എനിവേസ് എനിക്ക് കുറച്ച് ഒരു പൊടിക്കെങ്കിലും മുകളിലിഷ്ടം പൊറോട്ടയും ബീഫും തന്നെയാണ് കമ്പയർഡ് ടു ബിരിയാണി. എന്തായാലും നമ്മൾ നല്ലൊരു ഉഗ്ര ലഞ്ച് കഴിക്കട്ടെ കേട്ടോ. ഞങ്ങളുടെ കലാപരിപാടികൾ കഴിഞ്ഞു. കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമുക്കൊരു ആലോചന. എന്നാൽ പിന്നെ നമ്മൾ ആദ്യം ഫോർട്ട് കൊച്ചി പോകാനായിരുന്നു ആലോചിച്ചിരുന്നത്. അപ്പോൾ ഫോർട്ട് കൊച്ചി പോകുമ്പോഴത്തേക്കും നമുക്ക് സൺസെറ്റ് മിസ്സാവും. അപ്പം നമ്മൾ സ്ഥലം ഒന്ന് മാറ്റി പിടിച്ചാലോ എന്നൊരാലോചന. അപ്പം ചെറായി പോകാതായി. ചെറായി, വൈപ്പൻ ആൻഡ് ഫോർട്ട് കൊച്ചി ആയിരുന്നു ഓപ്ഷൻസ്. അപ്പം നമുക്ക് ചെറായിക്ക് വിട്ടാലോ എന്നൊരാലോചന. അങ്ങനെ ചെറായിക്കാണ് നമ്മൾ പോകുന്നത്. വൈഷു ആണെങ്കിൽ 3 സ്ഥലവും കണ്ടിട്ടില്ല. അപ്പോൾ എന്നാ പിന്നെ അങ്ങനെ ചെയ്യാന്നോർത്ത് നേരെ ചെറായിക്കാണ്. ചെറായി എത്തുമ്പോഴത്തേക്കും നമ്മുടെ സൺസെറ്റ് മിസ്സാവില്ലേ? ഇല്ലേ? അപ്പം ഫോർട്ട് കൊച്ചി പോണേനെക്കാട്ടും കൂടുതൽ സമയം എടുക്കും, കുറവ് സമയം എടുക്കുള്ളൂ. ഓ പൊളി. അപ്പൊ നമുക്ക് സൺസെറ്റിന് സമയമാകുമ്പോഴത്തേക്ക് അവിടെ എത്തുകയും ചെയ്യാം. പൊളി. നമുക്ക് പോവാം. നമുക്ക് അത്യാവശ്യം സമയം എടുക്കും ചെറായി എത്താൻ. അതിനിടയിൽ നമുക്കൊരു കുട്ടി സ്ഥലത്തോട് കയറാനുണ്ട് കേട്ടോ. ആ സ്ഥലമാണ് ഈ സ്ഥലം. വൈഷു പോയിട്ടുണ്ട് മേടിക്കാൻ. മേടിച്ചിട്ട് വരട്ടെ കേട്ടാ. ഓ ഒരു ഐസ് ക്യാൻഡിക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവാൻ പറ്റുന്ന എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ലോട്ടസ് ബിസ്കോഫ് ആണ് ഫ്ലേവർ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പെനി ഐസ് ക്യാൻഡി അതാണ് കേട്ടോ ഈ ഒരു സ്റ്റോറിന്റെ പേര്. ബാംഗ്ലൂരും ഉണ്ട്, ആലുവയും അവൈലബിൾ ആണ്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓ പിന്നെ ഞാനുണ്ടത് നിങ്ങൾ എനിക്ക് കൺസിഡറേഷൻ തരാറുണ്ടല്ലോ. എനിക്കിത് നമ്മളിത് ഓൾമോസ്റ്റ് എത്താറായി. സൺസെറ്റ് ആവാറായിട്ടുണ്ട് കേട്ടോ. എൻ്റെ കോളേജ് ഇതിനടുത്താണ്. അപ്പോൾ കോളേജിനിടയ്ക്ക് ചാടി ഇങ്ങോട്ട് വരാറുള്ള കഥകളൊക്കെ ഞാൻ പറയുമായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണെങ്കിലോ നല്ല കിടിലം ബ്ലോക്ക്. ചില്ലി ഔട്ട് കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഫേയിലേക്കാണ് നമ്മൾ വെച്ച് പിടിക്കണേ. നല്ല ആംബിയൻസും നല്ല റിവ്യൂ ഒക്കെ കണ്ടു കേട്ടോ. അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല കേട്ടോ ബീച്ചിൽ. നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ നിന്ന് സൺസെറ്റൊക്കെ കണ്ട് കാലൊക്കെ നനച്ച് അങ്ങനെ നിൽക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, കുറച്ച് സ്റ്റാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്ന് കാറ്റൊക്കെ ആസ്വദിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്നുള്ള തീരുമാനമായിരുന്നു കേട്ടോ. വൈഷുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വൈകിട്ട്
കടൽ തീരത്ത് വന്നിരിക്കണേ. പുള്ളി സെൻ മോഡിലേക്ക് പോവും. ഭയങ്കര പീസ്ഫുള്ളായിട്ട്, ഭയങ്കര പീസ്ഫുൾ ആണല്ലേ ആക്ച്വലി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു മൂഡ്. ഒരു അരമണിക്കൂറും കൂടി അവിടെ ഇരുന്നപ്പോഴത്തേക്കും സൂര്യനൊക്കെ വീട്ടിൽ പോയിട്ടോ, നല്ല ഇരുട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിന് മെല്ലെ തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഇന്ന് രാത്രി ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോവുകയാണ്. സോ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. തിരിച്ച് വരുന്ന വഴി ചായ കുടിക്കാൻ വേണ്ടി നമ്മളൊരു സ്ഥലത്ത് കയറിയിട്ടോ. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക്. കറക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. വീട്ടിലെത്തണം. ആ കേബിൾ ഞാൻ തന്നു നമുക്ക്. അപ്പൊ ശരി, ബൈ, ടാറ്റാ, കാണാം. അതെ. ഇനി നമുക്ക് പോയിട്ട് ഒന്ന് കുളിച്ച് റെഡിയായി ഡിന്നറൊക്കെ കഴിച്ച് പാക്കൊക്കെ ചെയ്ത് ഇറങ്ങാട്ടോ. 9:45 ഞങ്ങളുടെ ബസ്. വൈഷുവാണ് യൂഷ്വലി നമ്മൾ എവിടെയെങ്കിലും പോയി നിന്ന് തിരിച്ചു വരുമ്പോഴുള്ള പാക്കർ. അപ്പോൾ പുള്ളി പാക്കിങ്ങിൻ്റെ തിരക്കിലാണ്. നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു, നമ്മൾ ഇറങ്ങുകയായി. ചേച്ചിയാണ് നമ്മൾ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കണേ കേട്ടോ. ബൈ. എനിക്ക് എപ്പോൾ തിരിച്ചു പോയാലും എത്ര നാൾ നിന്നിട്ട് തിരിച്ചു പോയാലും ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് അപ്പേനെയും അമ്മേനെയും വിട്ടിട്ട് തിരിച്ചു പോവാന്നുള്ളത്. എനിക്കറിയില്ല, എനിക്കൊരു ഓവർനൈറ്റ് ജേർണീൻ്റെ കാര്യമേ ഉള്ളൂ. ഫ്ലൈറ്റ് എടുത്താൽ 2 മണിക്കൂറിൽ എനിക്ക് വീട്ടിലെത്താം. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര സങ്കടമാണ് ഇനി അപ്പേനെയും അമ്മേനെയും കാണുന്നൊക്കെ ഓർത്തിട്ട്. ഞാൻ പണ്ടേ ഇങ്ങനെയാണ് കേട്ടോ, ഭയങ്കര അമ്മക്കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോൾ നിന്നിട്ട് പോയാലും ഭയങ്കര സങ്കടമാണ് കുറച്ച് നാളത്തേക്ക്. എന്തായാലും നമ്മളിതേ തിരിച്ച് ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. എൻ്റെ കോലം കണ്ടില്ലേ, നല്ല ഉറക്കപ്പിച്ചുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.